ഹലോ മക്കളെ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവൂലേ? നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? ഏത് സ്കൂളാ അല്ലേ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ? അപ്പൊ നിങ്ങളെ സ്കൂള് എന്നാ തുറക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്നാ തുറക്കുന്നത്? പറ. ജൂൺ 2-ാം തീയതി നമ്മുടെ സ്കൂള് തുറക്കും അല്ലേ? ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ വീഡിയോസിന് ഏതെല്ലാം നിങ്ങൾ പഠിക്കുന്ന സ്കൂളും പേര് എഴുതണം. മാത്രമല്ല നിങ്ങളുടെ ജില്ല ഉണ്ടാവൂലേ, ആ ജില്ലന്റെ അതും കൂടെ ഒന്ന് അടിയിലൊന്ന് കമന്റ് ആയിട്ട് നിങ്ങൾ അയക്കണം കേട്ടോ. കമന്റ് ആയിട്ട് അയക്കണം കേട്ടോ. അപ്പൊ കമന്റ് വായിക്കുമ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആരൊക്കെയുണ്ട്, ഏതൊക്കെ പിന്നെ ലൈക്ക് ജില്ലകളിൽ നിന്ന് കാണുന്ന കുട്ടികളുണ്ട് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. മാത്രമല്ല നിങ്ങളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കണ്ടേ? അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ. പഠനമൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്? ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ആളാട്ടോ. ഇംഗ്ലീഷിന്റെ ഞാൻ എൻ്റെ ഇംഗ്ലീഷിന് എഴുതുന്നത് കണ്ടിടോ നിങ്ങൾ? ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിന് എഴുതല് കേട്ടോ. നോക്കൂ നിങ്ങൾ, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുമ്പോൾ കുത്തിന് പകരം ഞാനൊരു സിമ്പിൾ ഓഫ് ഹാർട്ട്, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ലവ് ചിഹ്നം അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് പരിചയമില്ല. പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കലില്ല. പണ്ടൊക്കെ ഇങ്ങോട്ട് കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം, ഇങ്ങനെ ഒരു ആരോ ഒക്കെ വരച്ചിട്ട്. അപ്പം ഞാൻ സ്നേഹത്തിൽ ഇങ്ങനെ നിങ്ങളെങ്ങനെ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുന്ന ആളാട്ടോ. അപ്പൊ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാത്തിൻ്റെയും ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം കേട്ടോ. ആദ്യം ഗ്രാമറിൻ്റെ സ്പെല്ലിങ്ങേ പഠിക്കണം. GRAMMAR എന്നാണ് ഗ്രാമറിന്റെ സ്പെല്ലിങ്. ഇത് ഇനി മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഗ്രാമറിൽ അമ്മ ഉണ്ട് എന്ന് പഠിച്ചാൽ മതി. ആരുണ്ട്? അമ്മ. കണ്ടില്ലേ? ഗ്രാമറിൽ അമ്മ എന്ന് കണ്ടില്ലെങ്കിൽ ഗ്രാമറിൽ അമ്മയുണ്ട് എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചേ പറ്റൂ കേട്ടോ. അതുപോലെ നിങ്ങൾ മാത്സ് ഉണ്ടാവില്ലേ മക്കളെ? ഈ മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയോ? എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് വരണം. സാറേ നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ, പഠിച്ച് പറഞ്ഞ എവിടെ നിന്ന് പഠിക്കണം ഞങ്ങള്? അപ്പൊ ട്യൂഷന് പോണില്ല. എവിടെ ട്യൂഷന് സാറേ? ട്യൂഷന് പോയിട്ടും ഞങ്ങൾക്ക് ആ പോകുന്ന സമയത്ത് അപ്പൊരു ബോധമുണ്ടാവും, പക്ഷെ വീട്ടിലെത്തിയിട്ടില്ലേ ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ. അപ്പൊ അതിനാണോ നിങ്ങൾ പ്രശ്നം? അവിടെയാണ് റാൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടോ. 4999 രൂപ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ റാൻസിന്റെ 9th ക്ലാസ്സിൽ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മക്കളെ, ഇതില് ഫുള്ള് സെറ്റായിട്ട് ഓരോ ചാപ്റ്റേഴ്സും ഇപ്പൊ ഈ വർഷം പുസ്തകത്തിന്റെ പുതിയ പുസ്തകങ്ങളൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാ ഫാക്കൽറ്റീസും എല്ലാ ടീച്ചേഴ്സും സൂപ്പറായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? ഓഫ്ലൈനിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരു ചാപ്റ്ററിന് ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയി എടുത്തെടുത്ത് ശീലമായതിനു ശേഷം നമ്മൾ ഓൺലൈനിൽ വന്ന് എടുക്കുന്ന ടീച്ചേഴ്സാണുള്ളത്. അപ്പൊ അവരെടുത്ത് തന്നാൽ നിങ്ങൾക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. മക്കൾ ഒട്ടും വൈകണ്ട. റാൻസിന്റെ 9th ബാച്ച് ജോയിൻ ചെയ്തോളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്മുടെ നമ്പർ ഉണ്ടാവില്ലേ, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 2 കാര്യം മറക്കരുത്. ജോയിൻ ചെയ്യാൻ മറക്കാത്തതിന്റെ കൂടെ നിങ്ങൾ മറക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ ഉള്ള ജില്ല ഉണ്ടാവില്ലേ, ആ ജില്ലന്റെ പേര് അടിയിൽ ഒന്ന് കോമന്റ് ആയിട്ട് അയക്കുക. താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സർ, സൈനിങ് ഓഫ്. ബൈ.